ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. നമ്മുടെ MPC 002 യൂണിറ്റ് 2 അതിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീൻ പിയാഷയുടെ അദ്ദേഹത്തിന്റെ ആ ഡെവലപ്മെന്റ് ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. ഈ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2012 മുതലുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കുട്ടികളുടേതും മുതിർന്നവരുടേതും തമ്മിലുള്ള ബ്രെയിൻ കപ്പാസിറ്റിയെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് പറയുന്നത്. അതുപോലെ ഇൻ ദിസ് യൂണിറ്റ് വി ഡിസ്കസ് 4 dimensions ഓഫ് ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്. മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. ഇതിൽ പല പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മോറൽ ഡെവലപ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ essay ടൈപ്പായിട്ടും അതുപോലെ 5 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അസൈൻമെന്റിനകത്തും മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഉണ്ട്. അതുപോലെ ദ എലിമെന്ററി സ്കൂൾ ഇയേഴ്സ് ആർ ദ ഇയേഴ്സ് 6th through 12 in a child's life and are sometimes referred to as the latency period. Latency period എന്നും ഇതിനെ അറിയുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഞാൻ വേറെ ഒരു സ്ലൈഡ് ആക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം പ്രധാനമായതുകൊണ്ട് തന്നെ മറ്റൊരു സ്ലൈഡിലേക്ക് ആക്കി കഴിയുമ്പോൾ മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ 5 to 7 ഷിഫ്റ്റ് എന്ന് പറയുന്ന, അതായത് നമ്മൾ ആ ഒരു ഏജിൽ പെട്ടെന്നുള്ള കുറേ ചേഞ്ചസ് കുട്ടികളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട്. നമ്മൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ മുൻപാഠങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പെട്ടെന്നുള്ള ചേഞ്ചസ് വരുന്നതാണ് ഈ 6 വയസ്സ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ദ ചൈൽഡ് മേക്സ് എ കോഗ്നിറ്റീവ് ട്രാൻസിഷൻ ഫ്രം ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ടു ദ സ്റ്റേജ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷൻസ് ഓർ ഫ്രോം ഇൻഡക്ഷൻ ടു ലോജിക്. അപ്പം എന്താണ്, ഒരു കുട്ടി തൻ്റെ ആ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നിന്ന് എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഇൻ ദ മിഡിൽ ഏജസ് ദ ചൈൽഡ് വാസ് അസൈൻഡ് അഡൾട്ട് സ്റ്റാറ്റസ് അറ്റ് ദ ഏജ് ഓഫ് 7 when he or she considered to be capable of being without his mother and his nanny. അപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന അതാണ് ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. അതുപോലെ ക്രോസ് മോഡൽ സോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് 2 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ക്രോസ് ആയിട്ട് ആ ഒരു ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ. നെർവ് നെറ്റ്വർക്ക്സ് ദാറ്റ് പെർമിറ്റ് ഇൻഫർമേഷൻ ഫ്ലോ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ടു അനദർ. അതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവുന്ന നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓക്കെ, എ ചൈൽഡ് മൈറ്റ് അസോസിയേറ്റ് ആൻ ഓറഞ്ച് വിത്ത് ഇറ്റ്സ് കളർ. ഒരു ഓറഞ്ചിനെ അതിന്റെ കളറിന്റെ അടിസ്ഥാനത്തിൽ പറ്റും. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ വിത്ത് ഓൾസോ the formed between the orange and its distinctive smell. സ്മെല്ലിനെ കുറിച്ച് അറിയാൻ പറ്റുന്നു, അതുപോലെ ഫ്ലവർ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓറഞ്ച് എന്നുള്ളതിന്റെ സ്പെല്ലിങ്ങും മനസ്സിലാകുന്നു എന്നുള്ളതാണ് അത്. ത്രൂ ഔട്ട് ദ ഡെവലപ്മെന്റ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഫോംസ് ബിറ്റ്വീൻ കോഗ്നിഷൻ ആൻഡ് ബ്രെയിൻ മെച്ചുറേഷൻ. അപ്പോൾ ബ്രെയിൻ മെച്ചുറേഷനും കോഗ്നിഷനും ആ ബ്രെയിൻ കപ്പാസിറ്റിയും തമ്മിൽ ഒരു കോൺഗ്രുവൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിലൊരു റെസിപ്രോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടാണ് ഒരു ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റും ഉണ്ടാകുന്നത്, ബ്രെയിൻ മെച്ചുറേഷനും ഉണ്ടാകുന്നത്, അതുപോലെ ആ കൊഗ്നിഷൻ എന്ന് പറയുന്നതും കൂടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ.
പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അധികം പ്രാവശ്യം ഇല്ലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ പിയാഷേസ് കോഗ്നിറ്റീവ് തിയറി. 4 തിരിച്ചിരിക്കുന്നതിൽ 3-ാമത്തെ സ്റ്റേജാണ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ഇനി ഓപ്പറേഷൻസ് ആർ ഫ്ലെക്സിബിൾ മെന്റൽ ആക്ഷൻസ് ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് വൺ അനദർ ടു സോൾവ് പ്രോബ്ലംസ്. ഇതാണ് മോർഗൻ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന കോട്ടിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ കൊട്ടേഷൻസ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇവരുടെ പേരും വെച്ച് ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓപ്പറേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് as the set of powerful rules that can transform information from one form to another. Okay. അതുപോലെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സഹൈറ. ഓക്കെ. അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആർ ഡിഫിക്കൽട്ട് അറ്റ് ദിസ് സ്റ്റേജ് ടു ബി അണ്ടർസ്റ്റുഡ്. അപ്പോൾ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ അങ്ങനെ ബ്രെയിനിൽ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ഇൻഡക്റ്റീവ് റീസണിങ്ങോ അങ്ങനത്തേതൊന്നും സാധിക്കില്ല. അപ്പോൾ ഒരു അങ്ങനത്തെ സാധിക്കാത്ത ഒരു സ്റ്റേജാണ് ഈ കുട്ടികൾക്ക് എന്നുള്ളതാണ് എൻ്റെ അസസ്മെന്റിന്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ ഡീസെൻട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ 2 രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. പിന്നെ മോർ ദാൻ 1 ഡൈമെൻഷൻ അറ്റ് ദ സെയിം ടൈം, അത് അതിനുള്ള കപ്പാസിറ്റി അത് ആവുന്നതിനെയാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം ഡീസെൻട്രേഷൻ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പിന്നെ നോക്കുക. ദ പിക്ചർ ഓഫ് 7 people in a group, 2 adults and 5 children is shown to some 4 years old and some 9 years old. അപ്പം 4 yearsനോട് ചോദിക്കുമ്പോൾ കൂടുതൽ കുട്ടികളാണെന്ന് പറയുകയും 9 വയസ്സുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ കൂടുതലും മുതിർന്നവരും കുട്ടികളും കൂടി എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേനും അതിനകത്ത് കുറവ് കുട്ടികളും മുതിർന്നവർ കൂടുതലും എന്നുള്ളതിലേക്ക് വരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയുടെ ഒരു വ്യത്യസ്തതയാണ് അത് കാണിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് അത് പൂർണ്ണമായിട്ട് ഇത് വരുന്നില്ല. ഓക്കെ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. കൺസർവേഷൻ ടാസ്ക് എന്ന് പറയുന്നതും ഇതും ഡീസെൻട്രേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ പിയാഷേസ് ടേംസ് ടാസ്ക് ദാറ്റ് ടെസ്റ്റ് ദ ചൈൽഡ്സ് നോളജ് ഓഫ് ദ ഐഡന്റിറ്റി ഓഫ് മാറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഈ കുട്ടികളെ അധികകാലം ഒന്നും നമുക്ക് ഫൂളാക്കാൻ പറ്റില്ല. നോ ലോങ്ങർ ഫൂൾഡ് ബൈ പെർസെപ്ച്വൽ അപ്പിയറൻസ് ഓഫ് നമ്പർ, വോളിയം, മാസ് ആൻഡ് അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. The ability to conserve appears to follow a developmental sequence. Children can usually conserve numbers by about 6 or 7, mass and length by 7 or 8. ഓരോ സ്റ്റേജാണ്, ഓരോ ഏജിലും നമുക്ക് കൂടുതലായിട്ട് മാസും ലെങ്തും 7-8 വയസ്സ് ആ ഒരു സമയത്ത്, വെയിറ്റ് അറൗണ്ട് 9 or 10, വോളിയം ബൈ 14 or 15 എന്ന് ഒരു ഗോൾഡ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ഇൻഹെഡർ ആൻഡ് ഹെൽഡർ ആൻഡ് പിയാഷെ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെന്റ് ലാഗ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദ്യം വരാം. ഡെവലപ്മെന്റ് ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കൺസർവേഷൻ എബിലിറ്റീസ് ഹൊറിസോണ്ടൽ ഡിക്ലേജ് എന്ന് പറയുന്നു. ഡിക്ലെയർ ഇൻ ഫ്രഞ്ച് മീനിങ്സ് ടു ഡിസ്പ്ലേസ് എന്നാണ്. ഹൊറിസോണ്ടൽ ഡിക്ലേജ് ഈസ് the sequential mastery of concepts within a single developmental stage. When children had mastered the concepts of identity, reversibility,
ആൻഡ് റെസിപ്രോസിറ്റി. ഇത് മൂന്നും നമ്മൾ പഠിക്കണം. ഈ ഒരു ടേമിനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് താഴേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദ നോഷൻ ദാറ്റ് ഇഫ് ഫോം ചേഞ്ചസ് ബട്ട് നത്തിങ് ഹാസ് ബീൻ ആഡഡ് ഓർ ടേക്കൺ എവേ ദ എമൗണ്ട് വിൽ റിമെയിൻ ദ സെയിം. അപ്പോൾ അതിനകത്തൊരു നമുക്ക് ഉദാഹരണമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലേ വെച്ചിട്ട്, അതായത് കളിമണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന രൂപങ്ങൾ അത് അതിന്റെ എമൗണ്ട് എത്രമാത്രം എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഇപ്പം നമുക്ക് നീളത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആക്കുന്നതെങ്കിൽ അതിന് കൂടുതൽ ക്ലേ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നിക്കാം കുട്ടികൾക്ക്. അല്ലെങ്കിൽ അത് വേറെ ഒരു രൂപമാറ്റത്തിലേക്ക് വരുമ്പോൾ അത് കൺഫ്യൂഷൻ ആകുന്നു, അല്ലെങ്കിൽ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് വലിപ്പ ചെറുപ്പം ഉണ്ടെന്നുള്ളത് തോന്നല് നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ അത്രമാത്രം നമുക്ക് അങ്ങനെ ആ രീതിയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാന്ന് വെച്ചാൽ അത് ഒരേപോലെയുള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഐഡന്റിറ്റി. ഇനി റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ദ നോഷൻ ദാറ്റ് സംതിങ് വിച്ച് ഹാസ് ബീൻ ചേഞ്ച്ഡ് ക്യാൻ ബി റിട്ടേൺഡ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ബൈ റിവേഴ്സിംഗ് ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ചേഞ്ച്. അത് പഴയ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും, റിവേഴ്സിബിലിറ്റി പറ്റും എന്നുള്ളതാണ്. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഇഫ് ദ മാസ് റിമൈൻ കോൺസ്റ്റന്റ്, ഒരേപോലെയുള്ള മാസ് ആണെങ്കിൽ എ ചേഞ്ച് ഇൻ വൺ ഡൈമെൻഷൻ necessitates a change in another. ഉദാഹരണത്തിന്, if an object is flattened, it will become wider as it becomes thinner. താഴെ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, പുസ്തകത്തിലെ തന്നെയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കൺസർവേഷൻ എന്താണ്? ഒന്ന് നമ്പറാണ്. ഡൈമെൻഷൻ എന്താണ്? നോ എലമെന്റ്സ് ഇൻ എ കളക്ഷൻ. Change in physical properties, rearranging or dislocating elements in a collection. Conservation question എന്തൊക്കെയാണ്? Which line has more marbles? അപ്പൊ ഏതാണ് കൂടുതൽ മാർബിൾസ് ഉള്ളത്? ആ പിക്ചേഴ്സ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. പിക്ചേഴ്സ് ഇതിലില്ല എങ്കിൽ നമുക്ക് ഓക്കെ എല്ലെങ്കിലും ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, അത് പിന്നീട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതിന്റെ പിക്ചേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് മാലിയബിൾ സബ്സ്റ്റൻസ് ആൾട്ടറിങ് ഇൻ ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ഏജ് വൈസ് ഡിഫറൻസ് വരുന്നു എന്നുള്ളതാണ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് നമുക്ക് മനസ്സിലാകുന്നത്, കുട്ടികൾക്ക് മനസ്സിലാകുന്നത് 7 to 8 years അതിൽ അത് പറ്റുന്നു. അപ്പൊ നമ്മൾ ടാസ്ക് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ എന്താണ് ഏരിയ, ഒരു ഏരിയ ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് 8 മുതൽ 9 വയസ്സ് വരെ പ്രായത്തിൽ അത് സാധിക്കുന്നു. വെയിറ്റ് പറ്റുന്നത് 9 to 10 years ആണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ വോളിയം 14 മുതൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി വരുന്നതെന്നാണ്. അപ്പൊ ദ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് refinement of the ability to conserve may also to be accelerated through training and practice. അപ്പോൾ അത് നമുക്ക് ട്രെയിനിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും ഇവരുടെ ആ ഒരു എബിലിറ്റിയെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ തിയറി. The ability to conserve provides the child in concrete operations with a new sense of stability, security and confidence in their judgments. അപ്പം ഇതും കൂടി സാധിക്കുന്നു. അപ്പം ആ രീതിയിലുള്ള ടാസ്കുകൾ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും ഈ ഡെവലപ്മെന്റിന്റെ ആ സമയത്തുള്ള ടാസ്കുകളായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് സൈക്കോളജി സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ സൈക്കോളജി നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. പിയാഷയുടെ ഒക്കെ തിയറി കൃത്യമായിട്ട്
പഠിപ്പിച്ചാണ് BEdനും MEdനും അങ്ങനത്തേതിനൊക്കെ ഇടുന്നത്. അല്ലെ TTIക്കും ഒക്കെ DLEd പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആ ഒരു ഏജിനനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കുക എന്നുള്ളത് സത്യമാണ്. പിന്നെ ന്യൂ ഈഗോസെൻട്രിസം എന്നുള്ള ടൈം വരുന്നുണ്ട്. പ്രീ സ്കൂൾ ഈഗോസെൻട്രിസം ഈസ് റീപ്ലേസ്ഡ് ഇൻ സ്കൂൾ ഇയേഴ്സ് by a different kind of egocentrism, one that permits more flexibility, logic and objectivity. അതായത് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ്. എന്ന് വെച്ചാൽ സ്വന്തം ഒരു ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന അതിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കുന്നു. അത് 3 മൗണ്ടൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ട് നോക്കുക. ഞാൻ അത് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, കാരണം നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ട്. ലോജിക്കൽ റീസണിങ്. അക്കോർഡിംഗ് ടു പിയാഷെ, ദ സ്കൂൾ ഏജ് ചൈൽഡ് ഡെവലപ്പ് ദ എബിലിറ്റി ടു യൂസ് ഇൻഡക്റ്റീവ് റീസണിങ്. അപ്പം എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ എന്നതും സ്പെസിഫിക് പർട്ടിക്കുലർ ടു ജനറൽ, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. നമ്മൾ ഹൈപ്പോത്തിസിസ് ഒക്കെ പറഞ്ഞ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പിളും നമ്മൾ പോപ്പുലേഷനും തമ്മിലുള്ളത് പറഞ്ഞതുപോലെ സാമ്പിളിനെ കൊണ്ട് പോപ്പുലേഷനിലേക്ക് ഇൻഫർ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഒരു ജനറലൈസ് ചെയ്യുന്നു, അതായത് യൂണിവേഴ്സാലിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അതിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ചിൽഡ്രൻ മസ്റ്റ് അപ്ലൈ ദിസ് റീസണിങ് വെൻ ദേ ലേൺ റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ഇന്റർപേഴ്സണൽ ലെവൽ. ദിസ് റീസണിങ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് എംപതി. ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ജനറലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ലോജിക്കൽ റീസണിങ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് എംപതി ഉണ്ടാക്കുന്നത് ഓൺ ഇന്റർപേഴ്സണൽ ലെവൽ. ഇന്റർപേഴ്സണൽ ലെവലിൽ എന്താണ് ദിസ് റീസണിങ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് എംപതി. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, 3rd and 5th ഗ്രേഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് ആ സമയത്ത് നോക്കുക, 11 വയസ്സൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് 11 വയസ്സ് 6 വയസ്സ് മുതലാണല്ലോ എഡ്യൂക്കേഷൻ വരുന്നത്. അത് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇഫ് ദെൻ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഡിഡക്റ്റീവ് ലോജിക് ഡസ് നോട്ട് അപ്പിയർ അണ്ടിൽ ദ സ്റ്റേജ് ഓഫ് ഫോർമൽ ഓപ്പറേഷൻസ്. അപ്പൊ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അടുത്തത്. അപ്പൊ ആ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഡിഡക്റ്റീവ് ലോജിക്, അതായത് ജനറൽ ടു പർട്ടിക്കുലർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഡിഡക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പം പിന്നെ ഇൻഡക്റ്റീവ് റീസണിങ് അല്ല. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജനറൽ ആയിട്ടുള്ളതിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് വരുന്നതിനെയാണ് അത് പറയുന്നത്. ഡിഡക്റ്റീവ് ലോജിക്കിന് എന്താണ്, ഫോർമൽ ഓപ്പറേഷന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അബ്സ്ട്രാക്ട് റീസണിങ്ങും കപ്പാസിറ്റി ഒക്കെ വന്നെങ്കിൽ മാത്രമേ ആ ഒരു സമയത്ത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. അതും നമ്മൾ കുട്ടികളുടെ ആ ഒരു ഏജ് വൈസ് ഡിഫറൻസ് ഉണ്ട്. 6, 7 ആ ഒരു ഏജില് നമ്പർ കുട്ടികൾക്ക് മനസ്സിലാവുന്നു. സ്കൂൾ ഏജ് ചിൽഡ്രൻസ് റിയലൈസ് ദാറ്റ് 6 റിമെയിൻസ് 6 വെദർ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് 5+1. ഡിഫറെന്റ് ആയിട്ട് നമുക്ക് 6 ഒരു 6 സ്റ്റാർ ഇട്ടുകൊണ്ട് തന്നെ അതിനെ 6 ആയിട്ട് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ 9 - 3 -3 പിന്നെ 6 ആണ്. അതുപോലെ 5+1 6 ആണ്. 3+3 6 ആണ്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ആ നമ്പറിലേക്ക് എത്തുന്നതിനെ കുറച്ചുകൂടി കുട്ടികൾക്ക് പിന്നെ മനസ്സിലാകുന്ന ഒരു സ്റ്റേജ് 6 to 7 ആണ്. ടൈമിനെ കുറിച്ച് നമ്മൾ നോക്കുക.
until age is 8, children have difficulty placing events in their appropriate time sequence, unit of time. അപ്പോൾ അതെന്താണ് മിനിറ്റ്, അവേഴ്സ്, ഇയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുവരെ സാധിക്കില്ല എന്നാണ്. അതിനുശേഷമാണ് സാധിക്കുന്നത്. ബ്രെയിൻ കപ്പാസിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടാസ്കുകൾ ഏബിൾ ടു ക്ലാസിഫൈ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇവന്റ്സ്, അതിനെക്കുറിച്ചും ക്ലാസിഫൈ ഒക്കെ ചെയ്യാൻ ആ ഒരു ഏജ് എത്തണം എന്നുള്ളതാണ്. ഇനി സ്പേഷ്യൽ ഓപ്പറേഷൻസ്, ഓൾഡർ ചിൽഡ്രൻ ക്യാൻ ഡ്രോ എ മാപ്പ് ഓഫ് ഏരിയ. അപ്പൊ ത്രിമാനമായിട്ടുള്ള രൂപങ്ങളെ ഒക്കെ ബ്രെയിനിലേക്ക് ഒരു സ്പേഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വർദ്ധിപ്പിക്കുന്ന അതിന്റെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി കിട്ടുന്നത് ആ ഒരു ഏജിലാണ്. അപ്പൊ ഒരു 10 വയസ്സ് ആ ഒരു ഏജിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അത് വരുകയുള്ളൂ. ഡിഫറെന്റ് ആണ്, ഓരോരുത്തരും യൂണീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വ്യത്യാസം ഉണ്ടാവും. ഒരു കുട്ടിയെ പോലെ ആയിരിക്കുമല്ലോ അടുത്തയാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും ഏകദേശം 10 വയസ്സ് ആ ഒരു സമയത്താണെന്നാണ് പറയുന്നത്. അതുപോലെ ക്ലാസിഫിക്കേഷൻസ്, ക്ലാസ് ഹൈറാർക്കീസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ തിങ്സ് ഹാവ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ്. അപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ സാധിക്കുന്നത് കാലഘട്ടം അതിൻ്റെയാണ്. ബൈ ഏജ് 6 or 7 most children can understand multiplication of classes. A 7 to 8-year-old child in stage of concrete operation can sort cutouts into in 2 shapes and 2 colors into appropriate groups. അങ്ങനെയൊക്കെ. പിന്നെ സീരിയേഷൻ ആണ്. സീരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സീക്വൻസിങ് ആൻഡ് ഓർഡറിങ് ഒബ്ജക്ട്സ്. അപ്പൊ അങ്ങനെയുള്ള ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ചെയ്യാനാവുന്നതാണ്. അത് സച്ച് ആസ് വെയിറ്റ് ഓർ സൈസിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒരു എന്താണ് സൈസിനോ അല്ലെങ്കിൽ വെയിറ്റിനോ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഓരോ സ്റ്റേജുകളും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് കുട്ടികൾക്കൊക്കെ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പല രീതിയിലും നമ്മൾ മൊബൈൽ ഉപയോഗം മറ്റ് കുറെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ദ എബിലിറ്റി ടു ഫോക്കസ് ഓൺ റിലവന്റ് ഇൻഫർമേഷൻ വൈൽ ഇഗ്നോറിങ് ഡിസ്ട്രാക്ഷൻസ്. മറ്റു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ തന്നെ ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അത് പല കുട്ടികൾക്കും ഇന്ന് സാധിക്കുന്നില്ല, ഭൂരിപക്ഷം കുട്ടികൾക്കും സാധിക്കുന്നില്ല. അപ്പം അതാണ് ആ ഒരു എന്താണ് അറ്റൻഷൻ എന്ന് പറയുന്നത് പ്രാധാന്യമുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ഹൈ അറ്റൻഷൻ ഗെറ്റർ ഫ്രം ഫോർ ചിൽഡ്രൻ. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ പഠിക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കുറെ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പം പിന്നെ ഒരു ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അറ്റൻഡ് ചെയ്യണമെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇൻട്രസ്റ്റ്, ഏറ്റവും താല്പര്യം ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ അത് ശ്രദ്ധിക്കില്ല, പല കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ എന്നുള്ളതാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പ്രശ്നം തന്നെയാണ്. അപ്പൊ അറ്റൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി തന്നെയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ ലോജിക് ഓൾസോ ഇൻഫ്ലുവൻസ് ദ വേ ചിൽഡ്രൻ ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് സെൻസറി ഇൻഫർമേഷൻ. അപ്പോൾ 5 ഗേറ്റ്വേസ് ആണ്. 5 ഗേറ്റ്വേസിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ ആ ഒരു പിന്നെ സെൻസ് ചെയ്യുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, ആ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതിനെ ഏത് രീതിയിലാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ്. ആ പെർസെപ്ഷന്റെ ഒരു കാലഘട്ടം 10 to 11 years ഓൾഡ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പൊ അതൊരു കുറെ വ്യത്യാസങ്ങൾ ഈ ചൈൽഡ്ഹുഡിൽ തന്നെ ഇതിനകത്ത് പല വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ലേറ്റൻസി പീരീഡിന്റെ പ്രത്യേകത. ഓക്കെ, older children are capable of searching their visual environment thoroughly and systematically. Children below 6 and 7 years of age look quickly and randomly the figures. So ഓരോരുത്തരുടെ ബ്രെയിൻ കപ്പാസിറ്റി വ്യത്യാസമാണ്. മെമ്മറി കേപ്പബിലിറ്റി ആൻഡ് മെമ്മറി സ്റ്റോറേജ് ഇതും എന്താണ് വ്യത്യസ്തമാണ്.
ഈ ഒരു കാലഘട്ടത്തിൽ മെമ്മറി ഈസ് ഇംപ്രൂവ്ഡ് ബൈ ഓർഗനൈസിങ് ആൻഡ് കാറ്റഗറൈസിങ് ഐറ്റംസ് ഓൺ എ ലിസ്റ്റ് ഇൻ ടു റിലേറ്റഡ് ഗ്രൂപ്പ്സ്. അപ്പൊ അവർക്ക് പല ന്യൂമോണിക്സ് പോലെയുള്ള ചില വിബ്ജിയോർ പോലെ, ഇപ്പൊ നമുക്ക് റെയിൻബോയെ അതിന്റെ കളേഴ്സ് വിബ്ജിയോർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൊക്കെ പഠിക്കാനും അങ്ങനെ അറേഞ്ച് ചെയ്യാനും സീക്വൻഷ്യൽ ഓർഡറിലോ അല്ലെ പ്രാസമോ അല്ലെ മറ്റു രീതിയിലൊക്കെ പഠിക്കാൻ വേണ്ടി അല്ലെ ചെയിനിങ്ങോ അങ്ങനത്തെ ഇതൊക്കെ സാധിക്കുന്ന ഒരു ഘട്ടമാണ് എന്നുള്ളതാണ്. എലാബറേഷൻ ഈസ് എ സ്ട്രാറ്റജി ഫോർ ഇംപ്രൂവിങ് മെമ്മറി. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കിട്ടി, ഇപ്പൊ മെമ്മറി കപ്പാസിറ്റി അല്ലെ അറ്റൻഷൻ എന്നുള്ളതിനെ എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ളത് എലാബറേറ്റ് ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആകും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ലേണിംഗ് നല്ല രീതിയിലാകും, അതുകൊണ്ട് തന്നെ മെമ്മറി കൂടുമെന്നുള്ളതാണ്. ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് 6 to 12 years. ആ ഒരു പീരീഡിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അത് മനസ്സിൽ വേണം. See the relationship between words and who notice the common word structures develop more extensive vocabularies than those without such a training. അപ്പോൾ ധാരാളം വൊക്കാബുലറീസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തക വായന, കുട്ടികൾക്ക് പുസ്തക വായന ഏറ്റവും പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും അവർക്ക് കൂടുതൽ വൊക്കാബുലറി, അത് ചില കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുതിയ വൊക്കാബുലറി കിട്ടുന്നു, അപ്പോൾ അവർക്ക് തന്നെ അതിന്റെ മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ഡിക്ഷണറി ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നു. However, children is in this age group often make mistakes, but like younger children, these children also like words and enjoy using them. അപ്പൊ അവർക്ക് പുതിയ വാക്കുകളും ഒക്കെ കിട്ടുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. Children who have language difficulties are more likely to exhibit aggressive behavior. പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്, അവർക്ക് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പം എന്താണ്, ദ ചൈൽഡ് ഹാസ് എ നീഡ് ടു എക്സ്പ്രസ് ഹിയർസെൽഫ് ഇഫ് നോട്ട് വെർബലി ദെൻ ഫിസിക്കലി. അപ്പൊ അവരെ കുറച്ച് അഗ്രസീവ് ആകുന്നു. അപ്പൊ വെർബലി അവർക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ അവർ ഫിസിക്കലായിട്ട് പറയും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫ്രോയിഡിന്റെ ഒക്കെ സിദ്ധാന്തം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു അവരുടെ എനർജി അതിനെ ചാനലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ പല രീതിയിൽ അത് കാണിക്കുമെന്നുള്ള തിയറമുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ കണക്ട് ചെയ്തിട്ട് നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കോഗ്നിറ്റീവ് ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് ഓൾസോ ഡെവലപ്പ് ടുഗദർ വിത്ത് ദ കോഗ്നിറ്റീവ് ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ്. അതുപോലെ എൻഹാൻസ്ഡ് വൊക്കാബുലറി ഓൾസോ ആഡ്സ് ടു ദെയർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് എന്താണ്, നമുക്ക് എന്തായാലും ഈ പിന്നെ വേർഡ് പവർ എന്ന് പറയുന്നത് എപ്പോഴും ഗുണം ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ്, സ്കൂൾ ചിൽഡ്രൻസ് വേൾഡ് എക്സ്പാൻസ് ഗ്രാജുവലി ഫ്രം ഫാമിലീസ് ടു സ്കൂൾ, ഫ്രം സിബ്ലിംഗ് ടു peers and friends and from parents, teachers. അപ്പോൾ ആ ഒരു ഏജിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വീട്ടിന്റെ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ പേരൻസിന്റെ ആ ഒരു ഇതിൽ നിന്ന് സോഷ്യലൈസേഷനിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. അപ്പം കുട്ടികൾക്ക് ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ കൂട്ടുകാരോടും കൂടുതൽ പ്രിയമുണ്ടാവുകയും അവരോട് കൂടുതൽ നേരം സംസാരിക്കുകയും അപ്പൊ അവരോട് കൂടുതൽ ആശയങ്ങൾ കൈമാറുകയും അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ സോഷ്യലൈസേഷൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഒക്കെ വലിയ രീതിയിൽ സഹായിക്കുന്നു സോഷ്യൽ ഡെവലപ്മെന്റ്. അതുപോലെ റിലേഷൻ വിത്ത് പേരൻസ് ആൻഡ് സിബ്ലിംഗ്, ഈ ഒരു ഘട്ടത്തിൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ want to spend more time with their friends and less time with their family. അപ്പൊ അവർക്ക് കൂടുതലും കുട്ടികളോടൊപ്പം കളിക്കാനും അല്ലെങ്കിൽ അവരോട് സംവദിക്കാനും ടീച്ചേഴ്സിന്റെ ഒപ്പം ആണെങ്കിലും അതർ ദാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ക്ലോസ് ടു അതാണ് പേരൻസിനെ കാട്ടിലും കൂടുതലായിട്ട് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാം. അഡൾട്ട് അതർ ദാൻ ഫാമിലി, അതാണ് ടീച്ചേഴ്സ് ഉദാഹരണമാണ്. ഇനി ചിൽഡ്രൻ എക്സ്പീരിയൻസ് ഫേവർ failures and recover more quickly when they do fail if they know that their parents are proud of them and have faith in their competence
ആൻഡ് റെസിലിയൻസ്. ഇത് പ്രധാനമായിട്ട് പേരൻസിന്റെ ഒരു സപ്പോർട്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഫെയിലിയറോ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ പേരൻസിന്റെ സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ് ഈ ഒരു സമയത്ത്. അങ്ങനെ പേരൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ പിന്നീട് ആ ഒരു നല്ല ബിഹേവിയർ കാണിക്കുള്ളൂ. അതാണ്. ചിൽഡ്രൻ ഹൂസ് പേരൻസ് ബി ലിറ്റിൽ ദം ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡൗട്ട് ഓൺ ദർ എബിലിറ്റീസ് യൂഷ്വലി എക്സ്പീരിയൻസ് മോർ ഫെയിലിയേഴ്സ് ആൻഡ് ലെസ് അച്ചീവ്മെന്റ്. കുട്ടികളെ അത്രമാത്രം കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിവില്ല എന്നൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് പോലും നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മുടെ സൈക്കോളജിയുടെ ഒരു ഭാഗം. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയം കുട്ടികൾക്ക് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ചില അവസരത്തിൽ പറയുന്നുണ്ടാവും നീ മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്നെ കൊണ്ടൊന്നിനെ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആ കുട്ടികൾക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അവര് പിന്നീട് ആ ഒരു നല്ല അച്ചീവ്മെന്റിലേക്ക്, ലെസ് അച്ചീവ്മെന്റിലേക്കേ പോവുകയുള്ളൂ, കൂടുതൽ അച്ചീവ്മെന്റിലേക്ക് പോവില്ല. അതുപോലെ തോൽവികളിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. എ ഗ്രേറ്റർ ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം, അതാണ് ഏറ്റവും പ്രധാനം. ആ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം കുറയുന്നു. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ അത് പേരൻസും അല്ലെങ്കിൽ ടീച്ചേഴ്സും ബാക്കിയുള്ള പിയർ ഗ്രൂപ്പ് ആണെങ്കിലും അവരുടെയൊക്കെ അഫർമേഷൻസ് വേണം. പ്രധാനമായിട്ടും പേരൻസിന്റെ അഫർമേഷൻ ഇല്ലാതെ പറ്റില്ല. കുട്ടികൾക്ക് അവർക്കൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർക്കൊരു ഡ്രോബാക്ക് പറ്റി, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എങ്കിൽ അവർ പിന്നെയും ഫെയിലിയറിലേക്ക്, അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫെയിലിയറിലേക്കേ പോകുള്ളൂ, ഈ ഏജ് ഗ്രൂപ്പിലെ പ്രത്യേകിച്ച്. ഓക്കെ, ഗ്രേറ്റർ ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം ദാൻ ദോസ് വിത്ത് മോർ സപ്പോർട്ടീവ് പേരൻസ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസിനെക്കാട്ടിലും സപ്പോർട്ടീവ് അല്ലാത്ത പേരൻസിന്റെ മക്കൾ എന്താണ് ഫെയിലിയറിലേക്ക് പോകാൻ കൂടുതൽ സാധ്യത കൂടുതലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ റെഡി ഫോർ മോർ റെസ്പോൺസിബിലിറ്റി ബോത്ത് അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ്. അപ്പോൾ ആ ഒരു സമയത്ത് റെസ്പോൺസിബിൾ ആകും എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി ഫോർ സം ഹൗസ് ഹോൾഡ് ചോസ് ആൻഡ് പേഴ്സണൽ ഐറ്റംസ്. Those involvements play an important role in their development of useful skills, self-confidence, and appreciation of tasks related to daily living. അപ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളും, ഇപ്പം വീട്ടിലെ മറ്റ് ജോലികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സമയമാണ്. ചിൽഡ്രൻ വിത്ത് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ബിഹേവ് ഇൻ മോർ നർച്ചറിങ്, ഹെൽപ്ഫുൾ, mature ways than those who have no such demands upon them. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അവരെ നർച്ചർ ചെയ്തുകൊണ്ട് അവർക്ക് കുറെ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ ഡള്ളായി, അല്ലെങ്കിൽ അവർ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അങ്ങനെ പിന്തിരിഞ്ഞ് ഉള്ളുവലിഞ്ഞ് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാല്യൂ ഡെവലപ്മെന്റ് ഈസ് അഫക്റ്റഡ് ബൈ പേരൻസ്. വാല്യൂ ഡെവലപ്മെന്റ്, ഇപ്പോൾ ബിഹേവിയർ ത്രൂ ഔട്ട് ചൈൽഡ് റിയറിംഗ് ഇയേഴ്സ്. ഇതാണ് വാല്യൂ ഇൻ മേക്കിംഗ് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ്. കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പിന്നീട് കഴിയും. ഡ്യൂറിങ് മിഡിൽ ഇയേഴ്സ് ചിൽഡ്രൻ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ ദോസ് വാല്യൂ ഇൻ മേക്കിംഗ് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ്. അവർക്ക് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. They also test them against other alternatives. When parents and peers value conflict in matters like truth telling, school-aged children often side with their peers. അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. High self-esteem is the most important peculiar of predictor of personal happiness. നോക്കുക, ഹൈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ആ ടൈമിനെ കുറിച്ച്, ഈ മിഡിൽ ഏജ് ആ ഒരു സമയത്തെ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, എന്നാലും ആ ചോദ്യങ്ങളും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ലാസ്റ്റ്. ഓക്കെ, സെൽഫ് എസ്റ്റീം റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പോസിറ്റീവ് ഫീലിംഗ്സ് അബൌട്ട് ഹെർസെൽഫ് ആൻഡ് കോമ്പിറ്റൻസീസ് ഇൻ സ്പെസിഫിക് ഏരിയാസ്. Self-esteem is influenced by the child's self-perception and her home and school experience. Adults can help children remain self-esteem by helping them feel powerful, competent, virtuous, and significant.
അപ്പൊ ആ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടികളെ അവരുടെ സെൽഫിനെ, അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പേഴ്സണാലിറ്റിയിൽ പിന്നെ പല ഡ്രോബാക്സുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ദേ മൈറ്റ് കംപ്ലൈൻ. സെൽഫ് എസ്റ്റീം ഏറ്റവും പ്രധാനമാണ്. സെൽഫ് എസ്റ്റീം ഇല്ലാതെ കുട്ടികൾക്ക് നമുക്കറിയാം എങ്ങനെ ഏത് രീതിയിലാണ് അവരുടെ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ പിയേഴ്സ്, അവരുടെ ഗ്രൂപ്പ് ഏത് രീതിയിലാണ് അവർക്ക് അവരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്, അതിന്റെ കൊണ്ടായിരിക്കാം അവർക്ക് സെൽഫ് എസ്റ്റീം കുറവുള്ളത്. അപ്പം ആ ഒരു അഫർമേഷൻസ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അവിടെ പറയുന്നത്. ദേ മൈറ്റ് കംപ്ലൈൻ അബൌട്ട് റെസ്ട്രിക്ഷൻസ് ബട്ട് ഇൻ ദ എൻഡ് കൺട്രോൾസ് മേക്ക് ചിൽഡ്രൻ ഫീൽ സെക്യൂർ. അപ്പം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുകയും വേണം. തീരെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുവല്ല. അപ്പൊ അവർക്ക് ലാസ്റ്റ് മനസ്സിലാവും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ദേ മൈറ്റ് കംപ്ലൈൻ അബൌട്ട് റെസ്ട്രിക്ഷൻസ്. അപ്പം പല രീതിയിൽ ചെയ്യരുത്, അത് എടുക്കരുത്, മറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ബട്ട് ഇൻ ദ എൻഡ് കൺട്രോൾസ് മേക്ക് ചിൽഡ്രൻ ഫീൽ സെക്യൂർ. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ആൻഡ് ആർ സീൻ ആസ് എക്സ്പ്രഷൻസ് ഓഫ് ദെയർ പേരൻസ് ലവ് ആൻഡ് കൺസേൺ. അപ്പൊ അത് പിന്നീട് എന്താണ്, ആ പേരൻസിന്റെ ലവും അതുപോലെ കൺസേണുമാണ് അവരോടുള്ള ആ ഒരു ഇതാണെന്നുള്ളത്. പേരൻസ് റോൾ ചേഞ്ചസ് ടു കൺസൾട്ടൻസ് ആസ് വെൽ ആസ് കെയർ ഗിവേഴ്സ്. ഓക്കെ, ചിൽഡ്രൻ ഓഫൺ നെഗോഷിയേറ്റ് ഫോർ വാട്ട് ദേ വാണ്ട് റാദർ ദാൻ ഹാവിങ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. അപ്പം അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. Mothers are preferred companions. Fathers tend to encourage independence and assertiveness. Mothers tend to train interpersonal skills. ഇതാണ്. Siblings relationship tend to be particularly significant during middle childhood. Siblings teach and help each other. They practice social skills, expressing gratitude, annoyance, surprise and fear by interacting with each other. Younger siblings emulate older ones. അപ്പം എന്താണ്, മുതിർന്ന കുട്ടികളെ എന്ത് ചെയ്യും, പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിയർ ഗ്രൂപ്പ് ആണ്. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിയർ ഗ്രൂപ്പ് അഡോളസെന്റ് പീരീഡിൽ ഏറ്റവും ഇതാണ്, മാക്സിമം ആണ്. പിയർ ഗ്രൂപ്പ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലും ഒരു ഫാക്ടർ തന്നെയാണ്. പിയർ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഈക്വൽസ്. അപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഏജിലും അല്ലെങ്കിൽ അവരുടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഒരേ സ്ട്രീമിൽ പഠിക്കുന്നതൊക്കെ ആയിരിക്കും പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ഈക്വൽസ്, സെയിം ഏജ്, സെയിം സെക്സ് ചിൽഡ്രൻ assembled into formal peer groups during the school groups. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ്. ബിറ്റ്വീൻ ഏജ് 6 and 9 ദീസ് ഗ്രൂപ്പ്സ് ആർ റാദർ സ്മോൾ. ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കും. ഞാൻ പറഞ്ഞ് ഒരു അഡോളസെന്റ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ, അഡോളസെന്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സ്മോൾ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. യൂസ്ലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഹൂസ് മെമ്പർഷിപ്പ് ചേഞ്ചസ് ഫ്രീക്വന്റ്ലി വ്യത്യസ്തമായിരിക്കും. Peer groups have a status hierarchy among the members. By the time children are in 5th or 6th grade, their groups, ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ 6th grade 5th grade എന്നൊക്കെ നമ്മൾ ഇവിടെ പറയുമ്പോൾ അമേരിക്കയിലെയും റഷ്യയിലെയും ഇന്ത്യയിലേതും ഒക്കെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ കുട്ടികളുടെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡെവലപ്മെന്റിനൊക്കെ ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. 6th grade their group have become more structured. അദ്ദേഹം പിയാഷെ ഒരു സ്വിറ്റ്സർലൻഡുകാരനാണ്. അപ്പം അദ്ദേഹത്തിന്റെ അവിടെയുള്ള കുട്ടികളുടെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ മറ്റുള്ള മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേതൊക്കെ വ്യത്യസ്തതയുണ്ട് അതിന്റെ ഏജ് ഗ്രൂപ്പിലും ഒക്കെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. become more structured, more formalized, more exclusive and more cohesive. School age children expect each other to follow social norms that promote courtesy, fair play and respect for others.
Cooperation is a frequently chosen conflict resolution strategy among girls. എന്താണ്? Cooperation is a frequently chosen conflict resolution strategy among girls. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു സഹകരണ മനോഭാവത്തോടെ അതിലൂടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നു. വൈൽ ബോയ്സ് ഫേവർ കോമ്പറ്റീഷൻ, അവര് എന്താണ് മത്സരത്തിലൂടെയും അങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിയേഴ്സ് ആർ ഏജന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പം പിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിയേഴ്സ് വേണം. കാരണം എന്ന് വെച്ചാൽ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള അവരുടെ ഷെയറിങ്, അവരുടെ ആ ഒരു സോഷ്യലൈസേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Peers transmit information about attitudes and values and influence each other's behavior through modeling and reinforcement. അപ്പം ആ രീതിയിൽ ഇപ്പം അതിന് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. Conformity is the mainstay of the peer group structure. If the child's moral reasoning leads him to be conscious of rules and to be viewed as good, school children conform to the group because they value their peers' opinions even more than those of adults. അപ്പോൾ പിയർ ഗ്രൂപ്പ് അവരുടെ, അതായത് അഡൽട്ട് മുതിർന്നവരുടെ ഇതൊന്നും അല്ല കേൾക്കുന്നത്, അവരുടെ കുറച്ചുകൂടി വിശ്വാസ്യതയൊക്കെ ഉള്ളത് അവരുടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പുകളെ തന്നെയായിരിക്കും. For peer acceptance, social competence is important. Social competence is reflected in children's ability to sense what is happening in social groups, in a high degree of responsiveness to others, and in an understanding that relationship develop slowly over time. Peer acceptance or rejection, sociometric status. Sociometry എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാണ് എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അത് സോഷ്യലി അവർക്ക് കൂടുതൽ എന്താണ് മറ്റുള്ളവരെ കയ്യിലെടുക്കാനും ഒരു ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ കൂടുതലായിട്ടുള്ളവരായിരിക്കും സ്റ്റാർസ്. ഇപ്പോൾ സോഷ്യോമെട്രിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പിയർ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഈസ് അസസ്ഡ് ബൈ യൂസിങ് 2 methods, പിയർ റേറ്റിംഗ് ഓർ പിയർ നോമിനേഷൻസ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു സോഷ്യോമെട്രി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. 5 distinctive categories of children. അപ്പൊ 5 രീതിയിലുള്ള ചിൽഡ്രൻ ഉണ്ട്. ഒന്ന് സോഷ്യോമെട്രിക് സ്റ്റാർസ് ആണ് ഡീറ്റെയിൽ ആയിട്ട്. ദോസ് ഹു ആർ ഈക്വലി ലൈക്ക് ബൈ ഓൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളെയാണ് സോഷ്യോമെട്രിക് സ്റ്റാർസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ. പിന്നെ മിക്സേഴ്സ്, those who interact often with peers, some well liked, others not. എല്ലാവരും ഒന്നും, ചിലര് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ മറ്റുള്ളവർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും മിക്സിംഗ് ആണ് അതുപോലെയുള്ളവര്. ഇനി ടീച്ചേഴ്സ് നെഗറ്റീവ്സ്. ടീച്ചേഴ്സ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ടീച്ചേഴ്സ്, സം ലൈക്ഡ് അതേഴ്സ് നോട്ട്. അപ്പം ടീച്ചർമാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെയാണ് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ. ടേൺഡ് ഔട്ട് എന്ന് പറയുന്നത് യൂഷ്വലി നോട്ട് ഇൻവോൾവ്ഡ് ഇൻ വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താ ഉണ്ടാകുന്നതെന്നൊന്നും ശ്രദ്ധിക്കാതെയുള്ള, ഇഗ്നോർഡ് റാദർ ദാൻ റിജക്റ്റഡ്. ഇഗ്നോർഡ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ചുമ്മാതെ ഇങ്ങനെ വന്നു പോകുന്നു എന്നേ ഉള്ളൂ. റിജക്റ്റഡ് അല്ല, അതായത് ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂടെയുള്ള ഗ്രൂപ്പിലുള്ളവരോ ഒന്നും റിജക്റ്റ് ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെയുള്ള കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. സോഷ്യോമെട്രിക് റിജക്ഷൻസ്, അതാണ് നോട്ട് ഓൺലി ഡിസ്ലൈക്ക് ബട്ട് ഓൾസോ ആക്റ്റീവ്ലി റിജക്റ്റഡ്. എന്നുവെച്ചാൽ എന്താണ്? ഡിസ്ലൈക്ക് ഇഷ്ടമല്ല, അതുപോലെ പർപ്പസ്ഫുള്ളി അവരെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ബൈ എവരി വൺ, എല്ലാവരും റിജക്റ്റ് ചെയ്യും. ചില കുട്ടികളെ അങ്ങനെ ചെയ്യുന്നുണ്ട്. They might be rejected because they are withdrawn or socially incompetent, withdrawn, rejected or overly aggressive. So ആക്രമിക്കാനൊക്കെ വരുന്ന അഗ്രസീവ് റിജക്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കുട്ടികൾ, അല്ലെങ്കിൽ ആരുമായിട്ട് മിണ്ടുകയോ ഒന്നും ചെയ്യാതെ ഒരു സോഷ്യൽ കോമ്പറ്റൻസ് ഇല്ലാത്ത, അല്ലെ ഒരു സോഷ്യൽ സ്കില്ലും ഇല്ലാത്ത, മറ്റുള്ളവരോട് ഒരു എമ്പതൈസ് ചെയ്യാൻ പറ്റാത്ത,
മറ്റൊരാളുടെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത അല്ലെങ്കിൽ ഇടപെടുന്ന അങ്ങനത്തെ ആളുകളെയാണ് സോഷ്യോമെട്രിക് റിജക്ഷൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഡ്യൂറിങ് ദീസ് ഇയേഴ്സ് ഈസ് നോട്ട് റെസിപ്രോക്കൽ. ഒരേപോലെ ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആയിരിക്കില്ല. ഫ്രണ്ട്സ് ആർ സീൻ ആസ് പീപ്പിൾ ഹു ഡു തിങ്സ് ഫോർ ഈച്ച് അതർ. ഫ്രണ്ട്സ് ആർ ഓഫൺ ദ സെയിം സെക്സ്, ബോയ് ബോയ്, ഗേൾ ഗേൾ. സജസ്റ്റ് ഡെവലപ്മെന്റൽ പ്രോഗ്രഷൻ ഇൻ ചൈൽഡ് ഫ്രണ്ട്ഷിപ്പ്. ഏതൊക്കെയാണ്? പ്ലേമേറ്റ്സ്. പ്ലേമേറ്റ്സ് എന്ന് പറയുന്നത് 3 to 7 ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് ആർ ദോസ് ഹു പ്ലേ ടുഗദർ വിത്ത്. അത് മാത്രമേ ഉള്ളൂ. കൂടെ ആരാണ് കളിക്കുന്ന കുട്ടികൾ, അവരുമായിട്ട് കമ്പനി അല്ലെങ്കിൽ സുഹൃത്തുക്കളാകുന്നു, അല്ലെങ്കിൽ ഒരു നല്ല പിയർ റിലേഷൻ ഉണ്ടാകുന്നു. ഇനി അസിസ്റ്റൻസ് ആണ്, അത് 4 years to 9 years ആണ്. ഫ്രണ്ട്സ് ആർ ദോസ് ഹു ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ ഹെൽപ്പ് വേണ്ട സമയത്ത് ഹെൽപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി 6 to 12 years ഇതിൽ മിംഗ്ലിങ് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം റേഞ്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ റേഞ്ചിൽ പിന്നെ നേരത്തെ പറഞ്ഞു 4 to 9 എന്ന് പറഞ്ഞു, പിന്നെ 6 to 12 എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, നമ്മളെ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. കോപ്പറേറ്റേഴ്സ്, ഫ്രണ്ട്സ് ഹാവ് ടു കോപ്പറേറ്റ്, ഷെയർ ഗോൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് മേക്ക് കോംപ്രമൈസ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കോംപ്രമൈസ്, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന അതാണ്. ഇന്റിമേറ്റ്സ് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ടേഴ്സ്. Friends share goals and values and provide intimacy and support. Strong friendships can survive occasional disagreements. അതൊന്നും അങ്ങനെയുള്ള ഇന്റിമേറ്റ്സും മ്യൂച്വൽ സപ്പോർട്ടേഴ്സും ആണ്. അപ്പം വിമർശനമുണ്ടെങ്കിൽ വിമർശനവും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് മ്യൂച്വൽ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഓക്കെ. ഡിപ്പെൻഡന്റ് ബട്ട് ഓട്ടോണമസ്. എന്താണ്? 12 ആൻഡ് ബിയോണ്ട്. പിന്നീടുള്ളതെല്ലാം ഏകദേശം അഡോളസെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും, അപ്പോൾ കൂടുതൽ അറിയും. അഡൾട്ട് ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഓഫ് ഫ്രണ്ട്സ് ഓൺ ഈച്ച് അതർ paired with the need to maintain individuality and independence and cultivate other relationships. അപ്പം അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അടുത്ത സ്റ്റേജിലേക്കാണ്. ഇനി സോഷ്യൽ കോഗ്നിഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യൽ കോഗ്നിഷൻ, നോളജ് ഓഫ് ഇമോഷൻസ് ഓഫ് അതേഴ്സ്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ എമ്പതി എന്ന് പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ്. എന്താണ്? നോളജ് ഓഫ് ഇമോഷൻസ് ഓഫ് അതേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ് ഫീലിങ്സ്, മോട്ടീവ്സ്, ഇന്റൻഷൻസ്, അങ്ങനെയൊക്കെ ഉള്ളതിന് ആണ് നമ്മൾ ആ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് സങ്കടം, ദുഃഖം, അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനത്തെ എല്ലാം വരുന്നത്, അല്ലെങ്കിൽ സന്തോഷം, അങ്ങനത്തെ ഇതെല്ലാം എന്താണ്? ഇമോഷൻസ് ആണ്. എന്താണ് സെൽമാൻ പറയുന്നതെന്ന് നോക്കാം. ഡിസ്ക്രൈബ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വെർബലൈസ് അനദർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ 5 stages ലേബൽ 0 to 4. എന്തൊക്കെയാണ്? ഈഗോസെൻട്രിക്. നമുക്കറിയാം ഈഗോസെൻട്രിക് എന്ന് പറയുമ്പോൾ 3 to 7 years. ദർ ഈസ് നോ അതർ പെർസ്പെക്റ്റീവ് ബട്ട് മൈൻഡ്. നമ്മൾ ഈഗോസെൻട്രിക് ആണ് എന്ന് വെച്ചാൽ സ്വന്തം, ഞാൻ, എനിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. പീപ്പിൾ ഫീൽ ദ വേ ഐ വുഡ് ഇൻ എ സിറ്റുവേഷൻ. അപ്പം എന്താണ് ഈഗോസെൻട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പം 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടി എനിക്ക് വേണം, അല്ലെ ഞാന് എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ളവരെ കാണുന്നതും ആ ഒരു രീതിയിൽ മാത്രമേ കാണൂ. ഇനി സോഷ്യൽ ഇൻഫർമേഷനിൽ 4 മുതൽ 9 വയസ്സ് വരെ അതേഴ്സ് ഹാവ് എ പോയിന്റ് ഓഫ് വ്യൂ. മറ്റുള്ള ആൾക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ബട്ട് ദേ വുഡ് ഫീൽ ദ വേ ഐ ഡു. അപ്പോൾ അങ്ങനെ അവെയർ ബട്ട് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന ഈഗോ സെൻട്രിസത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇനി സെൽഫ് റിഫ്ലക്റ്റീവ് ആണ്. 6 to 12. ബിഗിൻ ടു ഇൻഫർ അതേഴ്സ് വ്യൂസ്. അപ്പം എന്താണ്? മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക. വി ക്യാൻ ഹാവ് ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ്. ഐ ക്യാൻ സീ മൈൻ, എൻ്റെതായിട്ടുള്ള ഇതുകൊണ്ട്. ദേ ക്യാൻ സീ ദേഴ്സ്, അവരുടേത് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മ്യൂച്വൽ എന്ന് പറയുന്നത് 10 to 12 ആണ്. നേരത്തെ ഇതിൽ മുകളിലത്തെ ഇതിൽ ക്ലാഷ് വരുന്നുണ്ട്. മ്യൂച്വലില് എന്താണ് 12 വരെ ഉള്ളത് 6 to 12 എന്ന് പറയുന്നു.
ഇവിടെ താഴെ 10 to 12 എന്ന് പറയുന്നു. Can switch perspectives. Maybe I can see theirs and they can see mine. അവർക്കും കൂടി നമ്മുടെ കാണാൻ വേണ്ടിയിട്ട് ആ പെർസ്പെക്റ്റീവ് മാറുന്നു. ആ ഒരു കാഴ്ചപ്പാടിനെ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ ആൻഡ് കൺവെൻഷണൽ എന്താണ് 12 to adulthood. അപ്പൊ അഡോളസെന്റ് പീരീഡ് തൊട്ടുള്ള ക്യാൻ അനലൈസ് പെർസ്പെക്റ്റീവ്സ് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. അബ്സ്ട്രാക്ട് ടേംസിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് മാത്രമായിട്ട് ചിലപ്പോൾ 3 മാർക്കിന്റെ ഒക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ സെൽഫ് എസ്റ്റീം റെഫേഴ്സ് ടു സെൽഫ് അപ്രൈസൽ. നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് അപ്രൈസൽ. അക്കോർഡിംഗ് ടു വില്യം ജെയിംസ്, സെൽഫ് വർത്ത് ഈസ് എ ഡയറക്റ്റ് ഫങ്ഷൻ. ദിശ മാഡം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഡിഫറൻസ് എന്താണ്? വില്യം ജെയിംസ് സെൽഫ് വർത്ത് ഈസ് എ ഡയറക്റ്റ് ഫങ്ഷൻ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ബി ആൻഡ് വാട്ട് ഐ തിങ്ക് ഐ ആം. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ. ഇത് ആ ഒരു വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ഐഡിയൽ കോമ്പറ്റൻസ്. എന്താണ് ആക്ച്വൽ പെർഫോമൻസ്, എന്താണ് ഐഡിയൽ എന്തായിരിക്കണം എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം. സ്കൂൾ ഏജ് ചിൽഡ്രൻ ക്യാൻ അസസ് ദെയർ വർക്ക് ഇൻ ജനറൽ ടൈംസ് ആസ് വെൽ ആസ് ഇൻ 5 ഏരിയാസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കോളസ്റ്റിക് ആയിട്ടുള്ള, അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ലറ്റിക് ആയിട്ടുള്ളത്, ഫിസിക്കൽ അപ്പിയറൻസ്, സോഷ്യൽ ആക്സെപ്റ്റൻസ്, morality. High self-worth is associated with happiness. Low self-worth with sadness and depression. അപ്പം സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവർ ഡിപ്രഷനിലേക്കോ അല്ലെ സാഡ്നെസ്സിലേക്കോ പോകാം. ആ കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ആ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും പിയർ ഗ്രൂപ്പിനും ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റ് പിയാഷയുടെയും കോൾബർഗിന്റെയും രണ്ടുപേരുടേതും പ്രധാനമാണ്. ഇത് രണ്ടും കൂടെയുള്ള എസ്സേ ആണ് മിക്കവാറും ചോദ്യം വരുന്നത്. അപ്പോൾ നോക്കുക, മോറൽ ഡെവലപ്മെന്റ് ടുഗദർ വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് കോഗ്നിഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ് ചിൽഡ്രൻ ഡെവലപ്പ് അലോങ് ദ ഡൈമെൻഷൻസ് ഓഫ് moral values and reason. They learn the rules for right and wrong and understand other laws and rules. അപ്പം രാജ്യത്തുള്ള നിയമത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്നു വരുന്ന നമ്മുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ഒരു സോഷ്യൽ റൂൾസ് ഒക്കെ ഉണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു മോറൽ ഡെവലപ്മെന്റ് ഈ സ്റ്റേജിൽ ഏറ്റവും പ്രധാനമാണ്. ഈ ഒരു നമ്മുടെ ഈ 6 വയസ്സ് മുതൽ അതുപോലെ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്തായാലും മോറൽ ഡെവലപ്മെന്റ്, ഏറ്റവും കൂടുതൽ മോറൽ ഡെവലപ്മെന്റിന്റെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോറൽ ഡെവലപ്മെന്റ് ഈ പാഠഭാഗത്തിൽ നിന്ന് ഏറ്റവും ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അത് തന്നെ പിയാഷേസ് ഐഡിയ അബൌട്ട് മോറൽ ഡെവലപ്മെന്റ് അതെന്താണെന്ന് എഴുതണം. അത് എന്താണെന്ന് നോക്കാം. Age 6 or 7, he called it heteronomous morality or moral realism. Heteronomous means under an outside authority. For teacher അല്ലെങ്കിൽ parents അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ആ മൊറാലിറ്റി ഇന്നതുപോലെ. ഉദാഹരണത്തിന് ഒരു കാര്യം, ഇപ്പൊ ഒരു പാത്രം തട്ടി താഴെ ഇട്ടു, കുട്ടി അറിയാതെ ആയിരിക്കും താഴെ ഇട്ട്, പക്ഷെ പേരൻസ് എന്ത് ചെയ്യുന്നു, അപ്പോഴേ ഒരു അടി കൊടുക്കുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകുന്നു ആ പ്രവൃത്തി ചെയ്യുന്നത് എന്താണ്, ആ മൊറാലിറ്റിക്ക് ശരിയല്ല, അത് അങ്ങനെ തട്ടി താഴെ വീഴാൻ വേണ്ടി പാടില്ല. അപ്പൊ അത് കുട്ടിക്ക് പിന്നീട് അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേനും ആ ഒരു എന്താണ്, ഇത് കുട്ടി താഴെ വീണ് ആ പ്രവൃത്തി ഇപ്പൊ അടി കിട്ടി എന്നുള്ളതല്ല, അടി കിട്ടിയതിനെയല്ല, ആ ഒരു പ്രവൃത്തിയെ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഔട്ട്സൈഡ് ഫാക്ടറാണ്.
അതായത് സ്വന്തമായിട്ട് തോന്നിയിട്ടല്ല. ഹെട്രോണമസ് മീൻസ് അണ്ടർ ആൻഡ് ഔട്ട്സൈഡ് അതോറിറ്റി. അപ്പൊ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരൻസും ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇൻ ദിസ് സ്റ്റേജ് റൂൾസ് ആർ റിഗാർഡഡ് ആസ് അൺചേഞ്ചബിൾ എന്ന് വെച്ചാൽ പൊട്ടിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു പാത്രമാണെങ്കിൽ അത് പൊട്ടിക്കാൻ പാടില്ല, അബ്സൊല്യൂട്ട് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആൻഡ് ഇമ്പോസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ അതോറിറ്റി. അപ്പം അതെന്താണ്, വീട്ടിലത്തെ പാത്രങ്ങളും അല്ലെങ്കിൽ പുസ്തകം അടുക്കി വെക്കണം, അടുക്കി വെച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടും. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റിയാണ് അത് പറയുന്നത്. അപ്പൊ അത് ചെയ്തിട്ടില്ല എങ്കിൽ അടി കിട്ടും എന്നുള്ളത് അത് അല്ല അതിനകത്തെ കാര്യം. എന്താണ്, അത് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മോറൽ സൈഡും കൂടി അതിനകത്തുണ്ട്. ഈഗോസെൻട്രിസം ഓഫ് യങ് ചിൽഡ്രൻ എൻകറേജസ് ദം ടു അതർ ടു 3 ബിലീഫ്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്മിനന്റ് ജസ്റ്റിസ്, റോങ് ഡൂയിങ് ഇൻവേഴ്സിബിളി ലീഡ്സ് ടു പണിഷ്മെന്റ്. അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കിട്ടും, അത് തന്നെയാണ്. ഒബ്ജക്റ്റീവ് കോൺസിക്വൻസസ്, morality of an act is judged by its objective consequences, not the objective intentions of the persons. അതാണ്. അപ്പം ഒബ്ജക്റ്റീവ് കോൺസിക്വൻസസ് ആണ്. എന്താണ്, ആ പാത്രം വീണ് ഉടഞ്ഞു, അതാണ്, അതിന് ആണ് അടി കിട്ടിയത്. അല്ലാണ്ട് ആ കുട്ടിക്ക് അതിനകത്ത് പാത്രം അങ്ങനെ വീഴണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അബ്സൊല്യൂട്ടിസം. Young school children believe in the absolutism of moral perspective. They believe that there is only one correct moral conclusion per circumstance. ഒരു സംഭവത്തെ എന്താണ്, ഒരു മോറൽ കൺക്ലൂഷനേ ഉള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ പ്രിൻസിപ്പൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കാം, അവർ ഇമ്പോസ് ചെയ്യും. അതാണ് അങ്ങനെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇതേ ഉള്ളൂ, കൺക്ലൂഷനേ ഉള്ളൂ അതിനുള്ളതെന്നാണ് അവരുടെ. Stage of autonomous morality or morality of cooperation. അത് വരുന്നത് rules can change and it is possible to make personal decisions about obeying rules. But stage of autonomous morality അതൊരു 10 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 9 വയസ്സും 10 വയസ്സ് ആ ഒരു സമയത്തെ ആ ഒരു ഇതിൽ നിന്ന് മാറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ it is not wrong to break rules. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും കുട്ടികൾക്ക് മനസ്സിലാവുന്നു എന്താണ്, ഇറ്റ് ഈസ് നോട്ട് റോങ് ടു ബ്രേക്ക് റൂൾസ്. അപ്പോൾ അത് ചില സമയം അങ്ങനെ കാണിക്കാൻ തുടങ്ങും ബിഹേവിയർ. റാദർ ദ മോട്ടീവ്സ്, ദ റൂൾസ്, ദ സ്പെസിഫിക് സിറ്റുവേഷൻസ് ആർ ഓൾ കൺസിഡേർഡ് ഇൻ മേക്കിംഗ് എ ജഡ്ജ്മെന്റ്. അപ്പൊ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്, അതിന് വേരിയസ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഒക്കെ വരും. ദേ ഫീൽ പ്രൈസ് ആൻഡ് പണിഷ്മെന്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ നോൺ ആർബിട്രറി ഈവൻ handed way. It is hard for children at this stage to understand that the same behavior might evoke different responses from different people. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസുകളാണ് എന്നുള്ള ആ കോൺസിക്വൻസസ് ഒക്കെ എന്താണ് പല രീതിയിൽ പലരും പല രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നു. അതാണ് പിയാഷെയുടെ മോറൽ ഡെവലപ്മെന്റ് തിയറി. ഇനി കോൾബർഗിന്റെ തിയറിയും കൂടിയാണ്. ഇത് രണ്ടും കൂടെ എഴുതിയാലേ 10 മാർക്ക് കിട്ടുകയുള്ളൂ. നമ്മളുടെ അസൈൻമെന്റിനകത്ത് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ മോറൽ ഡെവലപ്മെന്റ് പിയാഷെയുടെയും കോൾബർഗിന്റെ ഇതും എഴുതാൻ വേണ്ടി അസൈൻമെന്റിനകത്തും പറഞ്ഞിട്ടുണ്ട്. 2012-ലേതും ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു 5 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഒരെണ്ണത്തിനകത്ത് തെറ്റായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതായത് മോറൽ ഡെവലപ്മെന്റ് ഇതിനെക്കുറിച്ച് പിന്നെ വേറെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, എന്നാലും ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത്. ഓക്കെ, മോറൽ ഡെവലപ്മെന്റ് ബൈ പോസിംഗ് മോറൽ ഡൈലമാസ് ടു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് അഡോളസെന്റ് ആൻഡ് അഡൽട്സ്. കോൾബർഗിന്റെ തിയറിയാണ്. സ്റ്റീലിംഗ് മെഡിസിൻ ആൻഡ് ലെറ്റിംഗ് ഹിസ് വൈഫ് ഡൈ ഒരു ഉദാഹരണമാണ്. ഒരു പിന്നെ ആളുടെ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. ആ ക്യാൻസർ വന്ന സമയത്ത് അവിടെ ഒരു മരുന്ന് കിട്ടുന്നത് ഒരു മരുന്നുണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ ആ ഡ്രഗ് ഉള്ളൂ. ആ ഡ്രഗ് വാങ്ങാൻ വേണ്ടിയിട്ട് $200 വരികയുള്ളൂ. പക്ഷെ അയാൾ ചാർജ് ചെയ്യുന്നത് $2000 വേണമെന്നാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം 10 മടങ്ങ് കൂടുതലാണ്
ഏത് ആ കൊടുക്കേണ്ടതിന്റെ 10 മടങ്ങ് കൂടുതൽ. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം ലാസ്റ്റ് വരുന്നത്, ഇയാളിത് ലാസ്റ്റ് ഇത് സ്റ്റീൽ ചെയ്യണോ, അതായത് കട്ടെടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ തിയറി നീക്കുന്നത്. അപ്പം ഷുഡ് ഹെയ്ൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ പറയുകയാണ് അദ്ദേഹം. ഹെൻസ് സ്റ്റീൽ ദ റേഡിയം എന്ന് പറയുന്നത് ആ ക്യാൻസറിനുള്ള ചികിത്സയ്ക്കുള്ള മരുന്നാണ്. അപ്പൊ അതാണ് അതിനകത്തുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് എന്താണ്, അതിനകത്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് പിന്നെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ പറയുന്നില്ല. അയാൾ മോഷ്ടിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ മോഷ്ടിക്കണോ എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, ഇതിനകത്ത് ഏത് രീതിയിലായിരിക്കും മോറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇനി നോക്കുക, പ്രീ കൺവെൻഷണൽ ലെവലിൽ സ്റ്റേജ് 1 പണിഷ്മെന്റ്, ഒബീഡിയൻസ്, ഓറിയന്റേഷൻ. ആ ഒരു സമയത്ത് അങ്ങനെയാണ്, പണിഷ്മെന്റും ഒബീഡിയൻസും ആണ്. പിന്നെ നമുക്ക് എന്താണ്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല്ല് കിട്ടും, അങ്ങനത്തെ ഇൻസ്ട്രുമെന്റൽ, എക്സ്ചേഞ്ച്, ഓറിയന്റേഷൻ. അതുപോലെ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഗുഡ് ബോയ്, നൈസ് ഗേൾ ഓറിയന്റേഷൻ. അതുപോലെ സ്റ്റേജ് 4 എന്ന് പറയുന്നത് സിസ്റ്റം മെയിൻറ്റെയിനിങ് ഓറിയന്റേഷൻ. പിന്നെ പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ് അത് സ്റ്റേജ് 5 എന്ന് പറയുന്നു. അതിൽ സോഷ്യൽ കോൺട്രാക്ട് സിറ്റുവേഷൻസ്. അതുപോലെ സ്റ്റേജ് 6 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓറിയന്റേഷൻ. അപ്പൊ മോറൽ ഡെവലപ്മെന്റിൽ moral reasoning of preschool children was influenced by a concern for obedience and punishment and for satisfying personal needs. When children enter the stage of concrete operations, they are able to turn away from their egocentric thinking, growing more concerned about appearing good. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വ്യത്യസ്തമാണ്. അക്കോർഡിംഗ് ടു കോൾബർഗ്, this shift in focus in characteristics of conventional level of moral reasoning. So, rule breaking is considered to be inherently immoral because it creates chaos in a stable social system. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള ചിന്താഗതി പിന്നീട് വരുന്നു. മോറൽ ജഡ്ജ്മെന്റ് ആൻഡ് മോറൽ ബിഹേവിയർ. ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് പിയാഷയുടെ ഐഡിയ ഓഫ് മോറൽ ഡെവലപ്മെന്റും അതുപോലെ കോൾബർഗിന്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റുമാണ്. ലോറൻസ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന തിയറിയുമാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അത് പഠിച്ച് മാത്രം മുന്നോട്ട് പോകാം. നമുക്ക് ഇതിനും വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ മോറൽ ജഡ്ജ്മെന്റ്സ് ആൻഡ് മോറൽ ബിഹേവിയർ. Students who support rigid moral standards doesn't necessarily behave in ethical and desirable ways. Okay. The laws of the culture, the morality of peers, parents and teachers, guidelines and self-interest, ഇതൊക്കെ നമ്മുടെ മൊറാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. മോറൽ ഡിസിഷൻസ് മേക്കിംഗ് ബെനിഫിറ്റ്സ് from practice and maturity and from specific instruction on how to generalize moral principles to life. ഇതാണ് മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. സമയത്രായി പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, ഇതങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, എന്നാലും ഇമോഷണൽ ഡെവലപ്മെന്റും നമുക്കറിയാം. ഇമോഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയാണെന്നുള്ളത്. ഇമോഷൻ, ഹെൽത്ത്, ഇന്റലക്ച്വൽ ലെവൽ, എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ റിയാക്ഷൻസ് ഹാവ് ബീൻ ഷോൺ ടു അഫക്ട് ഇമോഷണൽ ഡെവലപ്മെന്റ്. അതോറിറ്റേറിയൻ ചൈൽഡ് റിയറിംഗ് എൻകറേജസ് ദ ഡെവലപ്മെന്റ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഫിയർ. ഒരു അതോറിറ്റേറിയൻ പേരൻസ് അല്ലെങ്കിൽ ഒരു ഹോമിലാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് എപ്പോഴും ആങ്സൈറ്റിയും ഫിയറും ആയിരിക്കും. വൈൽ permissive and democratic training encourage the development of curiosity and affection. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ രീതിയിലുള്ളതായിരിക്കും. Children of low socio-economic status tend to have more fears and anxiety than those of higher socio-economic status. അത് എനിക്ക് തോന്നുന്നത് രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട്.
ചില വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒന്നും വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും അവരുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് സാധിക്കുന്നു തോന്നുന്നില്ല. അതല്ല എന്തായാലും സാറേ, അത് അതോറിറ്റേറിയൻ പെർമിസീവ് എന്നൊക്കെ പറഞ്ഞത് ഒരു പാരന്റിങ് ആണ്. ഒരു 4 ടൈപ്പ് ഓഫ് പാരന്റ്സ് ഉണ്ട്, അതിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ അതോറിറ്റേറിയൻ ആയിട്ട് ചൈൽഡ് വരുന്ന സമയത്ത് ഫിയർ ആയിട്ടോ ആങ്സൈറ്റിയും കൂടുതലായിട്ടേക്കും ആ കുട്ടിയെ റിയാക്ട് ചെയ്യപ്പെടുക. അല്ല, ഇതിനകത്ത് ചിൽഡ്രൻ ഓഫ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നതിനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, താഴെ പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിലത്തേത് കറക്റ്റ് ആണ്. അതോറിറ്റേറിയനും പെർമിസീവ് ആയിട്ടുള്ളവരും. ഇപ്പൊ അതോറിറ്റേറിയൻ ആണെങ്കിൽ എന്താണ്, ആങ്സൈറ്റിയും ഫിയറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെർമിസീവും ഡെമോക്രാറ്റിക്കും ആണെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റിയും അഫെക്ഷനും ഉണ്ടാവും. അതിന് ശേഷമുള്ള ചിൽഡ്രൻ ഓഫ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ടെൻഡ് ടു ഹാവ് മോർ ഫിയേഴ്സ് ആൻഡ് ആങ്സൈറ്റി. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അത് ഡിബേറ്റബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ അത്രമാത്രം അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. നമ്മുടെ തീരെ എന്താണ് എക്കണോമിക്കലിയോ അല്ലെങ്കിൽ സോഷ്യലിയോ ഒന്നും അത്രമാത്രം ഇല്ലാത്തവരും എത്ര നല്ല രീതിയിൽ ഫാമിലിയിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പെർമിസീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഫിയറും ആങ്സൈറ്റി ഇല്ലാതെ അവരെ നല്ല രീതിയിൽ എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. താങ്ക് യു. Differences of emotional expressions are also found between girls and boys. അത് ഉണ്ടാവാം അങ്ങനെയുള്ളത്. ഗേൾസ് ഓഫൺ dissolve into tears and temper outbursts. Boys express their annoyance and anxiety by being sullen and moody. അപ്പോൾ ആ രീതിയിലാണ് എന്ന് പറയുന്നത്. ഓക്കെ. After the child become adjusted to school, the emotionally tends to subside because the roles of the older child are well defined. ഇപ്പോൾ മുതിർന്ന കുട്ടികൾ എങ്ങനെ ആണ് പെരുമാറേണ്ടതെന്ന് ഇത് നിലവിൽ നിയമങ്ങളും അങ്ങനത്തെ ഉണ്ട്. He has a ready outlet for any pent-up emotional energy through games and sports. The feeling of frustration is less with the improvement in skills. ഇമോഷണൽ ഡെവലപ്മെന്റ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കോമൺ ഇമോഷണൽ പാറ്റേൺസ്, ഇതൊരു പ്രധാനപ്പെട്ടതാണ്. ചോദ്യം വന്നതായിട്ട് കണ്ടതായിട്ട് തോന്നുന്നില്ല, അറിയില്ല, ഞാൻ അത്ര കൂടുതലായിട്ട് അനലൈസ് ചെയ്തില്ല. എന്തായാലും ഇമോഷണൽ പാറ്റേൺസ് ഒന്ന് ഫിയർ ആണ്. നമ്മൾ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കും. എന്തായാലും fear, a gradual shift from typical fears to general fears. ഫിയർ എപ്പോഴും നമുക്ക് പാസ്റ്റ് ഓറിയന്റഡ് ആണ് ഫിയർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഫോബിയ എല്ലാം എന്ന് പറയുന്നത് പാസ്റ്റ് ഓറിയന്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. Among older children, fears are concentrated on fanciful, supernatural, remote dangers, on the dark and on imaginary creatures associated with the dark, on death and injury, on the elements, especially thunder and lightning, and on characters recalled from stories, movies, comics, television, afraid of failing, of being ridiculed and being different. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഫിയർ കൊണ്ട്. ഓൾ ഫിയേഴ്സ് സ്റ്റിമുലി ടെൻഡ്സ് ടു ബി സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ആ രീതിയിലാണ് ഫിയർ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഓവർട്ട് ഫിയർ റെസ്പോൺസസ് ആർ കർബ്ഡ് ബൈ സോഷ്യൽ പ്രഷർ. The facial expressions express fear. Children may also express fear indirectly in a general motor discharge, retreat and withdrawal, imaginary ills and quacking. Okay, shyness, embarrassment, worry, anxiety are some fear-related emotions. Shyness in older children may be expressed by blushing, stuttering, nervous mannerisms, pulling at ears
and clothing, shifting from one food to another to the another. ഇങ്ങനെ ഈ രീതിയിലൊക്കെ സിംറ്റം കാണിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത് അതാണ്. ഇനി ആങ്സൈറ്റി, നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ആങ്സൈറ്റി ഡെവലപ്സ് ലേറ്റർ ദാൻ ഫിയർ as it depends upon the ability to imagine something not present. It is often found during early school years and tend to increase during 4th to 6th grade. Anxiety may be expressed as depression, nervousness, irritability, mood swings, restless sleep, quick anger, and increased sensitivity to what others say. Anxious children are unhappy children because they feel insecure. ഇനി ആങ്കർ ആണ്. Anger is more frequently expressed emotion in childhood than fear. ഇപ്പൊ ആങ്കർ ചില കുട്ടികൾക്ക്, ഇപ്പൊ ആങ്കർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പവറാണെന്ന് പറയും. അതിനെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. Thwarting of desires, interruption of activities in progress, constant fault findings, teasing, unfavorable comparisons with other children are some of the factors that arouse anger in older children. The divide ചെയ്തിട്ടുണ്ട് ഹർലോക്ക് ആങ്കറിനെ into two major categories, impulsive and inhibited. Impulsive response include aggressive behavior. Temper tantrums normally decrease with age. അപ്പം നമ്മുടെ ഒരു ആങ്കർ എന്ന് പറയുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ച് ആങ്കറിന്റെ ആ ഒരു എന്താണ് ഇന്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ ഇൻഹിബിറ്റഡ് റെസ്പോൺസ് ആർ കെപ്റ്റ് അണ്ടർ കൺട്രോൾ. അപ്പൊ അത് ഇങ്ങനെ ആങ്കർ അത് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു രീതിയിൽ നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയും എല്ലാം ബാധിക്കും. ചിൽഡ്രൻ മേ വിഡ്രോ ഇൻ ടു ദംസെൽസ്. ദേ എക്സ്പ്രസ് ദെയർ ആങ്കർ ബൈ ആക്ടിങ് ഹർട്ട്, ബീയിങ് സള്ളൺ, ഫീലിംഗ് സോറി ഫോർ ദംസെൽസ്, ത്രെറ്റനിങ് ടു റൺ അവേ. അപ്പോൾ ആ രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നതാണ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ആങ്കറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. ക്യൂരിയോസിറ്റി മറ്റൊരു ഇതാണ്. ക്യൂരിയോസിറ്റി ഈസ് ഇന്റൻസീവ് ഫൗണ്ടേഷൻ ഓഫ് ഇന്റലക്ച്വൽ ലൈഫ്. നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ പഠനപരമായിട്ടൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടതാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് തന്നെ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷന്റെ മറ്റൊരു ഭാഗം തന്നെയാണ്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് നോർമൽ ഫോർ ചിൽഡ്രൻ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്യൂരിയോസിറ്റി കുട്ടികൾക്ക് വല്ലാതെ, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ 6 വയസ്സ് 12 വയസ്സ് കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പം അവരെ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് അവരുടെ അല്ലെങ്കിൽ നീ ചോദ്യം നിർത്ത് അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റിയെ കട്ടയിൽ ചെയ്യപ്പെടും. അതുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയും. എവറി അഡൾട്ട് ഫേസ് വാട്ട്, വൈ, ഹൗ അബൌട്ട് തിങ്സ് that adults have never noticed. Children feel curious about everything from their own bodies, dresses, people wear, light switches, television set, change in mother's hairstyle to permanent tooth. The questioning age is replaced by reading when they grow. അപ്പോൾ റീഡിങ്ങിലൂടെ അവർക്ക് ആ ഒരു ഏജിന്റെ ഡിഫറൻസ് വരുമ്പോൾ റീഡിങ്ങിലൂടെ അവരുടെ ഈ എല്ലാത്തിനും ഉത്തരം കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇഫ് ദേ ഫീൽ ദാറ്റ് റീഡിങ് ക്യാൻ ആൻസേഴ്സ് ടു ദെയർ ക്വസ്റ്റ്യൻസ്, അവരുടെ വായനയിലൂടെ കിട്ടുമെന്നുള്ളതുണ്ടെങ്കിൽ അവർക്ക് റീഡ് ചെയ്യും ചിലര്. ഓക്കെ, ഇനി അടുത്തതാണ് ജോയ്, പ്ലഷർ ആൻഡ് ഡിലൈറ്റ്. എല്ലാം ഏകദേശം ഒരേ മീനിങ് വരുന്നതാണെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, grow older, they learn to express their joy in socially approved pattern for the group with which they are identified. They learn that gloating over a person they have defeated is poor sportsmanship. Success is the most pleasant situation for school children.
This achievement can be academic, sports, ഏതിലായാലും, other competitions, company of friends and play are delightful to children of all ages. So, find joy when they see trees, മരങ്ങൾ കാണുന്നു അവിടെ, birds and in competition, contemplation. Some parents deliberately arrange some time for children for the activities that may be delightful and could save them from mechanical routine of school, tuition, homework, and competitions. A predominance of the pleasant emotions such as love, joy, and happiness is essential for normal development. These emotions leads to feeling of security, which help children approach their problems with self-confidence. All children should learn emotional tolerance as the control over the environment becomes increasingly difficult. Emotional tolerance, the ability to accept the adjust to unpleasant emotional experiences, is an essential condition to emotional balance. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ആവുന്നില്ല. ഗ്രൂപ്പിൽ ഇടാൻ തോന്നുന്നല്ലേ. ഓക്കെ, ഇതിനകത്ത് പിയാഷ്യൻ കൺസർവേഷൻ ടാസ്കുകൾ ചോദിച്ചിട്ടുണ്ട്. അത് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് ഇയർ ആണെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. Examine Jean Piaget's and Kohlberg's theories of moral development during school years. അത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടിനും കൂടെ 10 മാർക്കാണ്. 5 5 10 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി കമ്പയർ പിയാഷേസ് ആൻഡ് കോൾബർഗ്സ് ഐഡിയ ഓഫ് മോറൽ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. സാർ അത് എത്ര മാർക്കിനാ ചോദിച്ചേ? ഏതാ? മോറൽ 10 മാർക്കാണ്. ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട് 6 മാർക്കിന്റെ. പിന്നെയുള്ളത് ഗിവ് എ കമ്പാരിസൺ അക്കൗണ്ട് ഓഫ് പിയാഷെ ആൻഡ് കോൾബർഗ്സ് തിയറി മോറൽ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റഡ് ആണ്, അത് കേട്ടോ, റിപ്പീറ്റഡ് ആണ്. എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് തോന്നുന്നുണ്ട്, മോറൽ ഡെവലപ്മെന്റ്. പിന്നെയുള്ളത് പിയാഷേസ് ഐഡിയ ഓൺ ഡീസെൻട്രേഷൻ ആൻഡ് കൺസർവേഷൻ ടാസ്ക്, അതിനെ സംബന്ധിച്ച് 6 മാർക്കിന്റെ ചോദ്യം. അത് ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ.
ഞാൻ ഈ ലാപ്ടോപ്പിലല്ല ചെയ്തത്, അതുകൊണ്ട് ഇതിനകത്ത് ഓപ്പൺ ആകുന്നില്ല. ഡിസ്കസ് ബ്രീഫ്ലി പിയാഷേസ് കൺസെപ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 11 years. ഡിസ്കസ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 11 years. രണ്ടും കൂടെ 20 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു പിയാഷെ, ഡിസ്കസ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് സ്കൂൾ ഇയേഴ്സ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ ഷെബിനാസ്, ഏജിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് ഈ മിഡിൽ ചൈൽഡ്ഹുഡില്. ഏത് ചാപ്റ്ററിന്? ഈ ചാപ്റ്ററിനാ? ഏജിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് തവണ റിപ്പീറ്റഡ്. ഏജിങ് ഇഷ്യൂസ് പിന്നെ ലേറ്റർ അഡൾട്ട് അല്ല, ഡ്യൂറിങ് മിഡിൽ ചൈൽഡ്ഹുഡിൽ കാണുന്നുണ്ട്. ഏത് ചാപ്റ്റർ മനസ്സിലായിട്ടില്ല. ഞാനാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എടുത്തത്, ഞാനാണ്. ചൈൽഡ്ഹുഡിൽ വരുന്നുണ്ട്. അതെ അതെ, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ട്. വായിച്ചതായിട്ട് കണ്ടില്ല, ഇതൊന്ന് നോക്കാം. എക്സാമിൻ ദ റോൾ ഓഫ് പിയർ ഗ്രൂപ്പ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് സ്കൂൾ ഇയേഴ്സ് ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പം അഡോളസന്റേത് വേറെ ആയിട്ട് ചോദിക്കുമായിരിക്കും. ഇതിപ്പം ഇതിനകത്തും വന്നിട്ടുണ്ട്. ഗ്രൂപ്പിലിടുവാണെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഗ്രൂപ്പിൽ ഏജിംഗ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ 6 to 11 എന്ന് പറഞ്ഞാല് ഏജ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഏജിംഗ് ഗ്രൂപ്പ് എന്ന് പറയപ്പെടും. ചിലപ്പം വേറെ ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് കോൾബർഗിന്റെ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 6 മാർക്കിന്. എക്സ്പ്ലെയിൻ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, 6 മാർക്കിന്. പിന്നെ ഡിഫൈൻ സോഷ്യൽ കോഗ്നിഷൻ, ഡിസ്കസ് പിയാഷേസ് കൺസെപ്റ്റ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, അത് 2 മാർക്കും പിന്നെ 4 മാർക്കും. അപ്പം സോഷ്യൽ കോഗ്നിഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് 2 മാർക്കും, പിയാഷയുടെ മോറൽ ഡെവലപ്മെന്റിന് 4 മാർക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് പിയാഷയും കോൾബർഗ് അല്ലേ? കോൾബർഗും മെയിനാണ്. ഇതല്ല, ക്രിട്ടിക്കലി അനലൈസ് പിയാഷേസ് ആൻഡ് കോൾബർഗ്സ് തിയറി ഓഫ് നോർമൽ ഡെവലപ്മെന്റ്. നോർമൽ അല്ല, അത് മോറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. നോർമൽ ഡെവലപ്മെന്റ് അല്ല, മോറൽ ഡെവലപ്മെന്റ് തന്നെയാണ് സ്കൂൾ ഇയേഴ്സ്. അത് തന്നെ ആ ചോദ്യം വന്നേക്കുന്നത്, അങ്ങനെയാ വന്നേക്കുന്നത്. അത്ര ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ വേറെ ചോദ്യം ഉണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടെ ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ അടുത്ത ദിവസം അതിടാം. ഇതാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അത് 5 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു സ്ലൈഡിലേക്ക് പ്രിപ്പയർ ചെയ്യാതിരുന്നത് ഇതിന് കുറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഇതിൽ തന്നെ ചെയ്തത്. പിന്നെ അത്രമാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും പിന്നെ ഒരുവിധം നോക്കിയെന്നേ ഉള്ളൂ. എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് റെക്കോർഡിങ് സ്റ്റോപ്പ് റെക്കോർഡിങ് അല്ലേ.